പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഇന്നലെ കഴിഞ്ഞ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ കോഡി റോഡ്സിനോട് പരാജയപ്പെട്ടതിന് ശേഷം റാൻഡി ഓർട്ടൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ആകാംക്ഷയോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യം. കാരണം റാൻഡി ഓർട്ടൻ തുടർച്ചയായി 2 കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ടു. റാൻഡി ഓർട്ടൻ്റെ കരിയറിൽ ഇനിയൊരു വേൾഡ് ചാമ്പ്യൻ ആകാൻ അദ്ദേഹത്തിന് സാധിക്കില്ലേ? സമ്മർ സ്ലാമിൽ റാൻഡി ഓർട്ടന് മത്സരം ഉണ്ടായിരിക്കില്ലേ എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത്. നമ്മുടെ റിവ്യൂ വീഡിയോൻ്റെ അടിയിലും കൂടുതലും വന്നിട്ടുള്ള ഒരു ചോദ്യം റാൻഡി ഓർട്ടനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ സാധിക്കുന്ന നിലവിൽ ബാക്ക് സ്റ്റേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കുറച്ച് റൂമേഴ്സ് ഇങ്ങനെയാണ്. റാൻഡി ഓർട്ടനെ ഹീലാക്കാനുള്ള ഒരു പ്ലാൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് പ്രകാരമുള്ള ചില മൊമെൻറ്റ്സ് ആയിരുന്നു നമുക്ക് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ റാൻഡി ഓർട്ടൻ കോഡി റോഡ്സിനെതിരെ യൂസ് ചെയ്ത ഡേർട്ടി വർക്ക്സ് എന്ന് പറയുന്നത്, അതായത് സ്റ്റീൽ ചെയർ എടുത്തു കൊണ്ടുവരുന്നതും ആ ടേൺ ബക്കിളിലെ പേടെടുത്ത് മാറ്റുന്നതും. അതിനുശേഷം കോഡി റോഡ്സിനോട് പരാജയപ്പെട്ടതിന് ശേഷം കോഡി റോഡ്സ് തന്നെ റാൻഡി ഓർട്ടനെ തൻ്റെ മെൻറ്ററാണ്, തനിക്ക് ഉപദേശങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് ആ സെലിബ്രേഷൻ പ്രൊമോയിൽ പറയുന്നുണ്ടെങ്കിലും അതൊന്നും റാൻഡി ഓർട്ടനെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു വാക്കുകളായിരുന്നില്ല. മറിച്ച് റാൻഡി ഓർട്ടൻ്റെ മുഖത്ത് ആ ഒരു ദേഷ്യവും അതുപോലെ തന്നെ സങ്കടവും നിറഞ്ഞ ഒരു ഭാവമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് റിങ്ങിലും മത്സരത്തിൻ്റെ ഇടയിലും മത്സരത്തിന് പുറത്തുമൊക്കെ കാണിക്കുമ്പോൾ റാൻഡി ഓർട്ടൻ വില്ലനാകാൻ പോകുന്നു എന്നുള്ള തലത്തിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റാൻഡി ഓർട്ടൻ്റെ ഒരു ഹീൽ ടേൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റാൻഡി ഓർട്ടന് മത്സരം ഉണ്ടായേക്കും. ഈ സമ്മർ സ്ലാമിൽ കൂടി റാൻഡി ഓർട്ടൻ മത്സരിക്കുമ്പോൾ റാൻഡി ഓർട്ടന് ഏറ്റവും കൂടുതൽ സമ്മർ സ്ലാമിൽ മത്സരിച്ച റെസ്ലർ എന്നുള്ളൊരു റെക്കോർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ദി അണ്ടർടേക്കറും റാൻഡി ഓർട്ടനും ഇപ്പോൾ ഒരുപോലെ കൈവശം വെച്ചിരിക്കുന്ന ഒരു റെക്കോർഡാണത്. 16 തവണയാണ് ഇരുവരും സമ്മർ സ്ലാമിൽ ഇറങ്ങിയിട്ടുള്ളത് മത്സരിക്കാൻ വേണ്ടിയിട്ട്. അണ്ടർടേക്കർ റിങ്ങിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു. റാൻഡി ഇപ്പോൾ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റാൻഡി ഓർട്ടൻ മത്സരിക്കുമ്പോൾ ആ ഒരു റെക്കോർഡ് റാൻഡിയുടെ പേരിലേക്ക് വരും. ഈ പ്രാവശ്യത്തെ സമ്മർ സ്ലാം 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ താരമായ റാൻഡി ഓർട്ടന് മത്സരം ഉണ്ടായേക്കാൻ സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ്, അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സിനയുടെ അടുത്ത അപ്പിയറൻസ് വീക്കിലി എപ്പിസോഡിൽ ഇനി എന്നായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നിലവിൽ ഔദ്യോഗികമായി WWE പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ജൂലൈ 19-ാം തീയതി നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലാണ് നിലവിൽ ജോൺ സിനയെ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജൂലൈ 19 എന്ന് പറയുന്ന ഒരു ദിവസം സ്മാക്ഡൗൺ എപ്പിസോഡ് നടക്കുന്ന ഒരു ദിവസമാണ്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡ് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ സ്മാക്ഡൗൺ എപ്പിസോഡാണ്. അപ്പോൾ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിന് മുൻപുള്ള 2 സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജോൺ സിനയെ അഡ്വർടൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനർത്ഥം സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിൽ ജോൺ സിനയ്ക്ക് മത്സരങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ജോൺ സിനയുടെ നെക്സ്റ്റ് ഒരു ബിഗ് മാച്ച് നടക്കാൻ പോകുന്നത് സമ്മർ സ്ലാമിൽ തന്നെയായിരിക്കും. അപ്പോൾ സമ്മർ സ്ലാമിലെ ജോൺ സിനയുടെ എതിരാളി അത് കോഡി റോഡ്സ് ആണെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ജോൺ സിന തിരികെ വന്നാൽ കോഡിക്കെതിരെയുള്ള സ്റ്റോറി അവർ പുനരാരംഭിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും സമ്മർ സ്ലാമിന് മുൻപുള്ള വീക്കിലി എപ്പിസോഡുകളൊക്കെ മിസ് ചെയ്യാൻ പാടില്ലാത്ത വീക്കിലി എപ്പിസോഡുകളാണ്. കിടിലമായിട്ടുള്ള സ്റ്റോറി ഡെവലപ്മെൻറ്റ് നമുക്ക് സീന വേഴ്സസ് റോഡ്സ് തമ്മിലുള്ള ഒരു സ്റ്റോറിയിൽ പ്രതീക്ഷിക്കാം. എന്തെങ്കിലും നമുക്ക് ഒരു ട്വിസ്റ്റും ടേണുകളുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണുകയും ചെയ്യാം. ജോൺ സിനയുടെ അപ്പിയറൻസ് അതിന് മുൻപ് ഏതെങ്കിലും ഒരു വീക്കിലി എപ്പിസോഡിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് കിട്ടിയാലും ഇനി വരുന്ന ദിവസങ്ങളിൽ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.